നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചോര കണ്ട് അറപ്പ് മാറിയവളായിട്ടും ഇതുപോലൊരു കേസിൽ ആദ്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ലേ വസുമതി കുഞ്ഞമ്മേ? ശരി, ആ കെട്ടൊന്നഴിക്കണം. എന്ത്? ആ കെട്ടഴിക്കാൻ. അതഴിക്കാൻ പറ്റില്ല. അതഴിക്കാൻ പാടില്ലെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടറോട് ഞാൻ സമാധാനം പറഞ്ഞോളാം. മര്യാദയ്ക്ക് കെട്ടഴിക്കാനാ പറഞ്ഞത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. അഴിച്ചു കൊടുക്ക്. ആ പഞ്ഞി കൂടി എടുത്ത് മാറ്റണം. ഈ ഉറുമ്പ് അടിച്ചതുപോലുള്ള ഈ മുറിവിന്റെ പേരിലാണോ വസുമതി നിങ്ങൾ വധശ്രമത്തിന് പരാതിയുമായിട്ട് വന്നിരിക്കുന്നത്? മുറിവ് ചെറുതായതാണ് കുഴപ്പം. അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? സഹദേവാ, ഈ കേസ് നിൽക്കില്ല. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിന് ഇവര് പിഴ എടുക്കേണ്ടി വരും. കള്ളക്കേസ് എടുത്തതിന് നിങ്ങൾക്കും പണിഷ്മെന്റ് കിട്ടാം. അയ്യോ മാഡം, ഞാൻ അല്ലെങ്കിലും വിഷ്ണുവിനെ കസ്റ്റഡിയിൽ വെക്കാൻ പറ്റില്ല മാം. വിഷ്ണുവിനെ ജാമ്യത്തിൽ വിട്ടുകൊണ്ടുള്ള കോടതി ഉത്തരവ് ഞാനിവിടെ എത്തിച്ചതാണ്. എന്നിട്ട് ഈ സർക്കിൾ ഇൻസ്പെക്ടറുടെ മുന്നിൽ വെച്ച് തന്നെ എൻ്റെ അമ്മ അത് വാങ്ങിച്ച് കീറിക്കളഞ്ഞു. സഹദേവാ, നിങ്ങളോട് ക്ഷൗരം ചെയ്യാൻ പോവാൻ ഞാൻ നേരത്തെ പറഞ്ഞത് പിൻവലിച്ചു. ആ ജോലിയാണെങ്കിലും വൃത്തിയായിട്ട് ചെയ്യണം. പോലീസ് സ്റ്റേഷനുള്ളിൽ വെച്ച് കോടതിയോടുള്ള അനാദരവ്. ഫുൾ യൂണിഫോമിൽ നിങ്ങളത് കണ്ടുനിന്നു. തന്നെയൊക്കെ ആരാടോ പോലീസിലെടുത്തത്? ഇതിനുള്ള മെഡലേ ഞാൻ ഓഫീസിലെത്തിയിട്ട് അയച്ചു തരുന്നുണ്ട്. റിലീസ് ചെയ്യും. വിഷ്ണുവിനെ ഇപ്പൊ തന്നെ വിട്ടയക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.